നമസ്തേ പുരുഷത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശോ നടോ നാട്യധരോ യഥാ തദാ പരമഹംസാനം മുനീനാമമലാത്മനം ഭക്തിയോഗവിധാനർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. കൃഷ്ണനെ സ്തുതിക്കുക. കൃഷ്ണനെ പാതാരവിന്ദത്തിൽ വീണുകൊണ്ട് പറയുന്നു, വിഷമിക്കുന്നില്ല, തളരുന്നില്ല, കരയുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ അവിടുന്ന് വസിക്കുന്നു ആത്മരൂപേണ, ഈശ്വരനാണ്. കൃഷ്ണനെ തൻ്റെ ആത്മാവായി കണ്ടുകൊണ്ട് പറയുകയാണ്, എല്ലാവരുടെ ഉള്ളിലുമുണ്ട്, എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. പക്ഷേ പലരും മായാജവനികാച്ഛന്നം, മായയുടെ ആവരണത്തിനുള്ളിൽപ്പെട്ട് സ്വന്തം മനസ്സിൻ്റെ ശക്തിയും കഴിവും അറിയാതെ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും നിമഗ്നരായി അതിൽ ആഴ്ന്നിറങ്ങി ആരും രക്ഷിക്കാനില്ല എന്ന് പരിതപിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ നരകമയമാക്കുന്ന ഒരു കുക്കൂൺ പോലെ, ഒരു കുക്കൂൺ. നമ്മളെന്താ പറയുന്നത്? നമ്മൾ പട്ടുനൂൽ പുഴുവിനെ പോലെ സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പശ കൊണ്ട് കൂട് കെട്ടി നൂലുകൊണ്ട് കൂടാരമുണ്ടാക്കി അതിൽ പെട്ടുപോകുന്ന ഒരു പട്ടുനൂൽ പുഴുവിനെ പോലെ തൻ്റെ വിഷമങ്ങളുടെ ചിന്തകളുടെ ലോകത്തിൽ മുഴുകി അവസാനം അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നരകത്തിൽ നിന്നും ഒരു ദൈവത്തിനും അവരെ രക്ഷിക്കാൻ സാധിക്കാതെ ക്ഷേത്രങ്ങളൊക്കെ കയറി നടന്ന് അവസാനം വാർദ്ധക്യം വരുമ്പോൾ സ്വയം തളർന്നും വിഷമങ്ങൾ പറഞ്ഞും ഒറ്റപ്പെട്ടു ജീവിതം നശിപ്പിക്കുന്ന എത്രയോ ആളുകൾ ഇന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഓർക്കൂ, നമ്മളാരും പ്രായം കൂടുന്തോറും ഒരു വിഷമവും വരരുത് ഉള്ളെന്ന്. നമ്മൾ ഒറ്റപ്പെട്ടു പോകും. വിഷമങ്ങൾ പറയും തോറും നമ്മളെ ഒറ്റപ്പെടുത്തും മറ്റുള്ളവർ. അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ആ ഒരു ചിന്തകളിൽ നിന്ന് മാറ്റിയെടുക്കണം. നമ്മളപ്പം മനസ്സിലാക്കിക്കൊള്ളാം, നമ്മൾ ഭഗവാന്റെ നിയോഗമായി ജീവിതത്തെ കാണുന്നില്ല. നമ്മൾ ഭഗവാന്റെ നിയോഗമായിട്ടല്ല കാണുന്നത്. എൻ്റെ വിധി, എൻ്റെ അനുഭവം, എൻ്റെ ശക്തി, എൻ്റെ വിഷമം, എൻ്റെ പ്രയാസം ഒക്കെ എൻ്റെ എത്ര എൻ്റെ എന്ന് പറയുന്നു അത്ര നിങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. എത്ര നിങ്ങളിത് ഭഗവാന്റെ എന്ന് പറയുന്നു അത്ര നിങ്ങൾ ഉയരാൻ കഴിവുള്ളവരാണ്. നിങ്ങൾ എന്തു പറയുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും. എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പറയണമെന്നില്ല എല്ലാവരോടും, ഇത് ഭഗവാന്റെ അനുഭവമാണ്, ഭഗവാന്റെ അനുഗ്രഹം നാട്ടുകാരോട് പറഞ്ഞു നടക്കണമെന്നില്ല. നമ്മുടെ സ്വന്തം മനസ്സിനെ ഉറപ്പിച്ചാൽ മതി. അല്ലേ? ആണോ അല്ലയോ? മനസ്സിലാക്കൂ നിങ്ങൾ, ഇത് മനസ്സിൻ്റെ കരുത്താണ്, മനസ്സിൻ്റെ ശക്തിയാണ്, മനസ്സിൻ്റെ തേജസ്സാണ്, മനസ്സിൻ്റെ ഊർജമാണ്. ഏത് ചിന്തിക്കുന്നോ അതിലായിത്തീരാൻ പറ്റും. ഇപ്രകാരം കുന്തിദേവി പറയുന്നു, എനിക്ക് ഇതിന് സാധിച്ചത് എന്താന്ന് വെച്ചാൽ നിരന്തരമായ ഉപാസനയാണ്. നോക്കൂ, നമ്മുടെ ഋഷിമാരെ പറയണത് ഭഗവാനെ 3 രൂപത്തിൽ കാണാനാണ്. എപ്പോൾ ഓർത്ത് വയ്ക്കണേ നിങ്ങൾ, ഭഗവാനെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. നമുക്ക് 33 കോടി ദേവന്മാരെ. ഞാൻ ഈ അമേരിക്കയിൽ പോയ സമയത്ത് ഒരുപാട് കുട്ടികൾ എന്നോട് ഈ ചോദ്യമായിരുന്നു ചോദിച്ചത്, സോ വൈ സ്വാമിജി വി ഹാവ് മെനി ഗോഡ്? വൈ വെൻ അതർ റിലീജിയൻ ബിലീവ്സ് ഓൺലി വൺ ഗോഡ്? When especially Christians says that we have only one God and Muslims says that we have only one God, why we Hindus has got many God? ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ലേ? ഒത്തിരിയധികം ദൈവങ്ങളാണ് നമുക്ക്
ഇത്രയൊക്കെ ദൈവങ്ങളുണ്ടോ? ചിലർ പറയണോ 33 കോടി ദൈവങ്ങൾ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എത്ര ദൈവങ്ങളുണ്ട്? നിങ്ങളെ സംശയത്തിലാണ്. എത്ര ദൈവങ്ങളുണ്ട്? ഒരേ ദൈവം. സത്യം പറയണേ, നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാനാണ്. നിങ്ങളൊക്കെ പഠിച്ചവരാണ്. ഒരേ ഈശ്വരനേ ഉള്ളൂ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഒരുപാട് ഈശ്വരന്മാരുണ്ടെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? കുറേ പേരുണ്ട്. ഇപ്പോൾ ദൈവമേ ഇല്ല എന്ന് പറയുന്നവരുണ്ടോ ഇതിൻ്റെ അകത്ത്? അല്ല, അതുകൊണ്ടോ അറിയില്ലല്ലോ. മനസ്സിലാക്കുകയെ, ഇത് രണ്ടും തെറ്റാണ്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നതും തെറ്റാണ്. ഒരുപാട് ദൈവമുണ്ട് എന്ന് പറയുന്നതും തെറ്റാണ്. നമുക്ക് ആദ്യം ഇത് മനസ്സിലാക്കാം. നിങ്ങൾ ഓർത്ത് വെക്കണേ, ദൈവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ദൈവം സംസ്കൃതമാണല്ലോ ശബ്ദം, അതുകൊണ്ട് അതിനൊരർത്ഥമുണ്ട്. ദൈവം എന്ന വാക്ക് സംസ്കൃതത്തിൽ വരുന്നത് ദിവ് എന്ന ധാതുവിൽ നിന്നാണ്, സംസ്കൃത ധാതുവിൽ നിന്ന്. ദിവ്, അതാണ് സംസ്കൃത റൂട്ട്. അതിന് സംസ്കൃതത്തിന് ഓരോ റൂട്ടുകളുണ്ട്. അതിൽ നിന്നാണ് മറ്റൊരു ശബ്ദം വരുന്നത്, ദീപം. സന്ധ്യയ്ക്ക് കൊളുത്താറുണ്ടോ നിങ്ങൾ? ചിലവർ ദീപം കൊളുത്തുന്നത് എങ്ങനെ അറിയോ? സ്വിച്ച് ഓൺ ചെയ്തിട്ട്. ഇന്നിപ്പോൾ കറണ്ട് ആയതുകൊണ്ട് ദീപം ടക്ക്. അങ്ങനെ ആരും ഇല്ലല്ലോ. വിളക്ക് കൊളുത്തിയിട്ട് ദീപം എന്ന് പറയുന്ന ഒരു സംസ്കാരം നമുക്ക് പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ അതൊക്കെ. അപ്പൊ ദീപം എന്ന ശബ്ദത്തിനർത്ഥം പ്രകാശം. ദൈവം എന്നുള്ള ശബ്ദത്തിന് അർത്ഥം ആത്മപ്രകാശം എന്നാണ്. അതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിളിക്കുന്ന പേര് അന്തർജ്യോതി. എന്താണ്? ജ്യോതി, പ്രകാശം. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നല്ല അർത്ഥം. ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശം, പ്രകാശിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ആ സംസ്കൃത ശബ്ദങ്ങളൊക്കെ നമ്മൾ ആരും പഠിപ്പിച്ചു തരാതെ ഇപ്പം. അതുകൊണ്ടാണ് നമ്മൾ ഈ അന്ധവിശ്വാസങ്ങൾ വന്നത്. ഇപ്പം ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശമാണെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം ഒന്നേ ഉള്ളൂ എന്നല്ല. നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ മാത്രം പഠിപ്പിക്കുന്ന ഒന്നാണ്, നമ്മളും ഈശ്വരനും ഒന്നാണ്. എന്താണ്? ദൈവം ഒന്നേ ഉള്ളൂ എന്നല്ല. എന്താണ്? നമ്മളും ഈശ്വരനും ഒന്നാണ്. ഇതാണ് ഭാരതത്തിൻ്റെ അദ്വൈത സംസ്കാരം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഈശ്വരനും നമ്മളും ഒന്നാകുന്ന സംസ്കാരം. മറ്റു മതങ്ങളൊക്കെ ദ്വൈത സംസ്കാരമാണ്. ഈശ്വരൻ വേറെ, നമ്മൾ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾക്കൊരു ഈശ്വരനേ ഉള്ളൂ. ഒരു ഈശ്വരനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പറയുന്ന ആളും ഈശ്വരനും വേറെയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അത് നമ്മുടെ മതത്തിൻ്റെ സംസ്കാരമല്ല. ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താ അറിയോ? ഞാനും നിങ്ങളും ഒന്നാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. നിങ്ങളും ഞാനും വേറെയാണെന്നല്ല. അർജുനനോട് അതാണ് പറയുന്നത്. അർജുന, അഹം ത്വമേവ ത്വമേവ അഹം എന്നാണ്. ഞാനും നീയും ഒന്നാണ്. ഞാൻ നീയാണ്, നീ ഞാനാകുന്നു. ഇത് പറയുന്നൊരു സംസ്കാരം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം എന്താ നമ്മുടെ ഭാരത ഋഷിമാർ പറയണത്? ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നല്ല, നമ്മളും ഈശ്വരനും. അതിൻ്റെ പേരാണ് തത്വമസി. തത് ത്വം അസി, നീ അത് ആകുന്നു, നീയും അതും ഒന്നാകുന്നു. എവിടെ എഴുതി വെച്ചത്? അയ്യോ, ശബരിമലയിലല്ല. ഇതൊരു വേദമന്ത്രമാണ്, ഉപനിഷത്ത് മന്ത്രമാണ്. ഇന്നിപ്പോ അങ്ങനെ ആയിപ്പോയി. നമ്മളോട് വിഷ്ണു സഹസ്രനാമം ആരാ ചൊല്ലിയതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറയാം MS സുബ്ബലക്ഷ്മി എന്ന്. ഈ അവസ്ഥയിലാണ് നമ്മുടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. സുബ്ബലക്ഷ്മി അത് കാസറ്റിൽ പാടി എന്നല്ലാതെ അത് ഒറിജിനൽ സുബ്ബലക്ഷ്മി അല്ല അത് പാടിയത്. മനസ്സിലാവുണ്ടോ? ഇതേപോലെയാണ്. അപ്പോൾ തത്വമസി ചാന്തോക്യ ഉപനിഷത്തിലെ മന്ത്രമാണ്, മഹാവാക്യമാണ് തത്വമസി. അപ്പം എന്താ പറയുന്നത് അറിയോ? ഇത് കേൾക്കുന്ന ശിഷ്യൻ പറയുന്നത് അഹം ബ്രഹ്മാസ്മി. എന്താണ്? അഹം ബ്രഹ്മാസ്മി. അതെ, ഞാനും ഭഗവാനും ഒന്നാകും. അപ്പം നമ്മുടെയൊക്കെ മനസ്സിനെ ഇപ്പം നമ്മൾ ഒന്നാകുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒന്നല്ല. ഇപ്പോൾ ഒന്നാവാൻ പറ്റും. അതിന്
ഇതേതുപോലെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയൊരു പുഴ പറയുന്ന പോലെ ഞാനും കടലും ഒന്നാണ്. പക്ഷെ ഇപ്പം ഞാനും കടലും ഒന്നല്ല. പക്ഷെ എനിക്ക് ഒഴുകി 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 ആരാവാൻ പറ്റും? കടലാവും. ഇതുപോലെ നമുക്കും നിരന്തരമായ പ്രയത്നത്തിലൂടെ ആരായിത്തീരാൻ സാധിക്കും? ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന് ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? ലോകത്തിൽ ഒരേ ഒരു സംസ്കാരമാണ്, ഭാരതീയ സംസ്കാരം മാത്രമാണ് പഠിപ്പിക്കുന്നത്. നമ്മളും ഈശ്വരനും ഓരോ സംസ്കാരവും പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഭാരത സംസ്കാരം ഇന്നും നിലനിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് കേൾക്കുമ്പോണ്ടല്ലോ മറ്റ് മതസ്ഥർക്ക് പോലും നമ്മുടെ മതത്തോട്, സംസ്കാരത്തോട് ആദരവാണ്. ഞാൻ പല പ്രഭാഷണത്തിനും പോകുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവരൊക്കെ ഇങ്ങോട്ട് കേട്ടിട്ട് ഇതിലേക്ക് വരികയാണ്, ഇത് കേൾക്കാൻ വരികയാണ്. അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുകയാണ്. വളരെ അത്ഭുതം തോന്നാറുണ്ട്. അതിലൊരു ക്രിസ്ത്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഹിന്ദു ആവാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, ഹിന്ദു ആവേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ഹിന്ദു ആവാനല്ല ഋഷിമാർ പറയണത്. നോക്കൂ, അവരുടെ ആ സങ്കല്പവും നമ്മുടെ സങ്കല്പം. ഭാരതത്തിലെ ഋഷിമാർ പറയണത് നിങ്ങളൊരു ഹിന്ദു ആവൂ എന്നല്ല പറയണത്. അതാണ് അവർക്കൊക്കെ ഉള്ളൊരു വിഷമം. അവരോടൊക്കെ അവരുടെ മതപണ്ഡിതന്മാരെ പറഞ്ഞ് നിങ്ങൾ ക്രിസ്ത്യൻ ആകൂ, മുസ്ലിം ആകൂ എന്നാ പറയാം. നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളോട് പറയാം ഈശ്വരനാകൂ എന്നാ പറയണത്. വ്യത്യാസം നോക്കൂ നിങ്ങൾ. മനസ്സിലാവുണ്ടോ? ഞാൻ പല പല പണ്ഡിതന്മാരുടെ, ഈ ക്രിസ്ത്യൻ പണ്ഡിതന്മാരെ, മുസ്ലിം പണ്ഡിതന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ ഇങ്ങനെ ഈ യൂട്യൂബിലൂടെയൊക്കെ കേൾക്കാറുണ്ട് ചില സമയത്ത് കിട്ടുമ്പോൾ. അപ്പോഴൊക്കെ അവർ പറയാറ്, ഈ മുസ്ലിം പണ്ഡിതന്മാർ നിങ്ങളൊരു മുസ്ലിം ആയി, നല്ലൊരു മുസ്ലിം ആവുമെന്ന്. ക്രിസ്ത്യൻ പണ്ഡിതന്മാർ പറയുക നിങ്ങളൊരു നല്ലൊരു ക്രിസ്ത്യാനിയാവുമെന്ന്. ഭാരത ഋഷീശ്വരന്മാർ പറയുന്നത് എന്താ പറയുന്നത്? ഈശ്വരനാകുന്നു. മഹത്വം നോക്കും നിങ്ങൾ. എത്ര ഗംഭീരം അല്ലേ? ആണോ അല്ലയോ? ഞാൻ എവിടെയും വായിച്ചിട്ടില്ല നിങ്ങളൊരു ഹിന്ദു ആവോ. എല്ലാവരും പറയുന്നത് നിങ്ങൾ ഈശ്വര. പരീക്ഷത്ത് ഭാഗവതം മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം ഈശ്വരനായിത്തീരുകയാണ്. അതാണല്ലോ ഭാഗവതത്തിൽ അവസാനം പറയുന്നത്, അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാന വിജ്ഞാന നിഷ്ഠയാം ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവതപദം. ഞാൻ എൻ്റെ മനസ്സ് മുഴുവൻ ഭഗവത് പദത്തിലേക്ക് ലയിച്ചു ചേർന്നു. ഞാനൊരു ഹിന്ദുവായി എന്നല്ല അദ്ദേഹം പറയുന്നത്, ഞാൻ ഈശ്വരനായിത്തീർന്നു, ഈശ്വരനിലേക്ക് ലയിച്ചു ചേർന്നു. ഇങ്ങനെയൊരു മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്കതൊക്കെ? കേൾക്കണുണ്ടോ? ഉൾക്കൊള്ളുന്നുണ്ടോ? ഇനി പറയരുത് ഞങ്ങൾക്കൊരു ഈശ്വരനേ ഉള്ളൂ എന്ന്. ഇനി എന്താ പറയേണ്ടത്? നമ്മളും ഈശ്വരനും ഒന്നാണെന്ന് പറയുന്ന സംസ്കാരമാണ്. ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. ഇതാണ് ഗുരുവായൂരപ്പൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഉദ്ധവരോട് പറയുന്നത്, ഉദ്ധവരെ ഞാനും അങ്ങും വേറെയല്ല, നമ്മൾ രണ്ടുപേരും ഒന്നാണ്. ശരീരത്തിൻ്റെ തലത്തിലല്ല, ഞാൻ ആത്മാവാണ്, അങ്ങൊരു മനസ്സാണ്. അപ്പം ആ മനസ്സിനെ അങ്ങ് ആത്മാവിലേക്ക് ലയിപ്പിക്കണം, അത് പരിശീലിച്ചെടുക്കണം. അപ്പോൾ അങ്ങും ഞാനും ഒന്നായിത്തീരും. അപ്പോഴാണ് തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്ന വാക്കുകളൊക്കെ. ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് നമുക്ക് ബോധ്യം വരിക. അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെ പേരാണ്, ശരിക്കും നമ്മുടെ മതത്തിൻ്റെ പേരാണ് അദ്വൈത മതം. എന്താണ് അദ്വൈതം? ആ വാക്ക് ഓർത്ത് വയ്ക്കണേ. അദ്വൈതം എന്ന് പറഞ്ഞാൽ നമ്മളും ഭഗവാനും ഒന്നായിത്തീരുന്ന മതം. ഇത്ര ഒരു വ്യക്തത നോക്കൂ നമ്മുടെ പൂർവികന്മാർ. മറ്റുള്ള മതങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള മതമൊക്കെ ദ്വൈത മതമാണ്, നമ്മുടേത് മാത്രമാണ് അദ്വൈത മതം. എന്ന് വെച്ചിട്ട് ഒരു അദ്വൈതമാവാൻ ഒരു ഹിന്ദു ആവണം എന്നൊന്നുമില്ല. ഏത് മതത്തിലായാലും ശരി, എവിടെ ജനിച്ചവരായാലും ശരി, ആണായാലും ശരി, പെണ്ണായാലും ശരി, ആർക്കും മനസ്സിനെ ആരിലേക്ക് ലയിപ്പിക്കാം. അതിന് ഹിന്ദു ആവണം എന്നൊന്നുമില്ല. എത്രയോ മുസ്ലിങ്ങൾ നമ്മുടെ ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, എത്രയോ ക്രിസ്ത്യൻസ് ജീവിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എത്രയോ ബുദ്ധിസ്റ്റുകൾ, എത്രയോ ജൈനന്മാർ, എത്രയോ സിഖുമാർ, എത്ര മതത്തിൽ. എന്തിനേറെ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നോക്കുമ്പോൾ കാണാം, ഇപ്പോൾ മുഴത്തിന് അവിടെ യോഗ സെൻ്ററുകളാണ്, മെഡിറ്റേഷൻ സെൻ്ററുകളാണ്. മുഴത്തിന് അത്ര യോഗയോടും മെഡിറ്റേഷനോടൊക്കെ അവർക്ക് താല്പര്യം വന്നു തുടങ്ങിയിരിക്കും. മനസ്സിലാവുണ്ടോ? എന്തിനു വേണ്ടി? മനസ്സിനെ ഈശ്വരനിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് നമ്മുടെ കുന്തി ദേവി പറയണത്, നമുക്ക് മനസ്സിനെ ആരാക്കി മാറ്റാൻ പറ്റും? ഈശ്വരൻ. അപ്പം നമ്മുടെ മുന്നിലുള്ള ഈ വ്യത്യസ്ത രൂപങ്ങളൊക്കെ ഓർത്തു വയ്ക്കൂ. അനവധി രൂപങ്ങൾ
അനവധി ഗുരുക്കന്മാരാണ്. കൃഷ്ണനെയും രാമനെയും അയ്യപ്പനെയും ഒക്കെ നമ്മളിപ്പോൾ കാണുന്നത് ദൈവങ്ങളായിട്ടാണ്. നമ്മൾ കാണേണ്ടത് അവരൊക്കെ ഗുരുക്കന്മാരായിട്ടാണ്. അയ്യപ്പസ്വാമിയെ ഗുരുസ്വാമി എന്നാണ് വിളിക്കുക, അല്ലേ? ആണോ അല്ലയോ? കൃഷ്ണനെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉണ്ടല്ലോ വേദവ്യാസ മഹർഷി വിളിക്കുന്നത് ദേവകീ വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഇതാണ് നമ്മുടെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടു പോയത്. ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ നമുക്ക് ബോധമുണ്ടാവണം, എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ഗുരുവായൂരപ്പനാണ്. ഒരു ഭട്ടതിരിപ്പാട് ഗുരുവായി കണ്ടു ഗുരുവായൂരപ്പനെ. ഭാഗവതം മുഴുവൻ ആ പാതാരവിന്ദത്തിൽ അർപ്പിച്ച് അദ്ദേഹത്തിന് മനസ്സിനെ ഉയർത്താൻ സാധിച്ചു. ഗുരുവായൂരപ്പ വാതരോഗം മാറ്റിത്തരൂ എന്നല്ല പറഞ്ഞത്, തൻ്റെ മനസ്സിനെ ഗുരുവായൂരപ്പനിലേക്ക് ലയിപ്പിച്ച്, തൻ്റെ അന്തരാത്മാവിലേക്ക് ലയിപ്പിച്ച്, തൻ്റെ വാതരോഗ ചിന്തയിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുത്ത് ഭഗവാന്റെ പാദത്തിലേക്ക്. നോക്കൂ നിങ്ങൾ, വരികൾ അങ്ങനെയല്ലേ? ചിത്തസ്ഥിതം മേ. എവിടെയാണ് ഇപ്പോൾ ചിത്തം? എൻ്റെ ചിത്തം ഇപ്പോൾ കൃഷ്ണ തേ പാദമൂലം. എവിടെയാണ്? അപ്പൊ തൻ്റെ മനസ്സിനെ ഭഗവത് പാദത്തിലേക്ക് മാറ്റിക്കൊണ്ട് സ്വന്തം മനസ്സിൻ്റെ സ്വാതന്ത്ര്യവും ശക്തിയും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിവർത്തനം വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഗുരുവായൂരപ്പനെ ഗുരുവായി കണ്ടു. വാസ്തവത്തിൽ വാത്മീകി മഹർഷി ശ്രീരാമസ്വാമിയെ കാണുന്ന തൻ്റെ ഗുരുവിന് തുല്യനാണ്. അതുകൊണ്ടാണ് നാരദരോട് ചോദിക്കുന്നത്, കൊന്നോസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ഈ ലോകത്തിൽ ഗുണവാനും ധീരനും ശക്തനും ഒരു ഉന്നത മനസ്സുമായിട്ടുള്ളൊരു ആളുണ്ടോ ലോകത്തിൽ മഹർഷിയെന്ന്? അപ്പോഴാണ് പറയുന്നത് രാമോ ദശരഥോ നാമ. ദശരഥ പുത്രന് ഒരു പുത്രനുണ്ട്, ദശരഥ മഹാരാജാവിനൊരു പുത്രനുണ്ട്, രാമൻ എന്ന പേരിലൊരു പുത്രൻ എന്ന് നാരദ മഹർഷി പറയുമ്പോഴാണ് തൻ്റെ ഗുരുസ്ഥാനത്ത് വെച്ച് രാമനെ വെച്ചുകൊണ്ട് ആ കഥകൾ മുഴുവൻ എഴുതിയെടുക്കുന്നത്. മനസ്സിലാവുണ്ടോ നിനക്ക്? നാരദ മഹർഷി പാണ്ഡവരോട് പറയുന്നത് കൃഷ്ണനെ ഒരു ഗുരുവായി കാണുമെന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹിന്ദുക്കൾക്ക് തെറ്റുപറ്റിയതെന്താണെന്ന് വെച്ചാൽ, ആത്മാവിനെ ഈശ്വരനായി കാണാതെ ഈ മുന്നിൽ നിൽക്കുന്ന വിഗ്രഹങ്ങളാണ് ഈശ്വരന്മാരെന്ന് തെറ്റിദ്ധരിച്ച് അന്ധമായ പ്രാർത്ഥനകളിലും അന്ധമായ കുറേ വഴിപാടുകളിലും അന്ധമായ കുറേ ദുഃഖങ്ങളിലൊക്കെ വീണുപോയി അവർ. ഈ മുന്നിൽ നിൽക്കുന്ന ഗുരുവായൂരപ്പൻ നമ്മുടെ ഓരോരുത്തരെയും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഗുരുവായൂരപ്പൻ്റെ വാക്കുകൾ. ഞാൻ അവതരിക്കുന്നത് മുഴുവൻ പരിത്രാണായ സാധൂനം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എത്ര മനോഹരം! പരിത്രാണം ചെയ്യാനാണ് ഞാൻ, നിങ്ങളെ ഉയർത്താനാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്കത്? അപ്പം ഇനി അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലുറപ്പിക്കണം, എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ഗുരുവാണ്, എൻ്റെ ഗുരുവാണ് ഗുരുവായൂരപ്പൻ. ഇനി മൂന്നാമത് നമ്മൾ ഗുരുവായൂരപ്പനെ കാണും, ഭഗവാനെ കാണുന്നത്. അതെന്ത് രൂപത്തിലാണ്? ഉപാസനാരൂപത്തിൽ. അതായത് നമ്മുടെ മനസ്സിനുണ്ടല്ലോ ആത്മാവാണ് ഭഗവാൻ എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ബോധ്യാവില്ല. അതുകൊണ്ട് ഋഷീശ്വരന്മാർ പറയുന്നു, ഒരു രൂപത്തിൽ ഭാവന ചെയ്യും. മനസ്സിന് ഉയരാനുള്ള എളുപ്പ വഴിയാണ് ഭാവന ചെയ്യാൻ പഠിക്കുക. ഋഷീശ്വരന്മാരെ കണ്ടെത്തി ദുഃഖം വരുന്നതിന് കാരണം ദുഃഖത്തെ ഭാവന ചെയ്യാണ് മനസ്സ്, ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് മനസ്സ്. എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് വിഷമമുണ്ട് എന്ന്. ഈ മനസ്സിനെ ഉയർത്താനുള്ള വഴി അതേ മനസ്സിനെ ഭാവന ചെയ്യാൻ പഠിപ്പിക്കുക. ഭാവന എന്ന് പറഞ്ഞാൽ ഒരു രൂപസങ്കല്പം മനസ്സിൽ വയ്ക്കുക. അങ്ങനെ രൂപത്തെ ഭാവന ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് മനസ്സിനെ നമുക്ക് വേഗം ദുഃഖത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഋഷീശ്വരന്മാർ മനസ്സിലാക്കി. അതുകൊണ്ട് പണ്ട് ഋഷീശ്വരന്മാർ പറയും, നാമം ജപിക്കുന്ന സമയത്ത് മനസ്സിലൊരു രൂപഭാവന ചെയ്യൂ. അതാണ് കുന്തിദേവി ചെയ്യുന്നത്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജംഗ്രേ. ഇപ്രകാരം മനസ്സിൽ ഭാവന ചെയ്യാം. നോക്കൂ നിങ്ങൾ, ഭട്ടതിരിപ്പാട് അവസാനം ആ ഭാവന ചെയ്ത് ഉയർത്തുന്നത് അഗ്രേ പശ്യാമി തേജോ
നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തതുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുകരസാസ്വാദരോമഞ്ചിതംഗൈ ആവീതം നാരദാത്യൈ വിലസതുപനിഷൽ സുന്ദരീ മണ്ഡലൈശ്ച. ശരിക്കും നമ്മൾ കുട്ടികളെയൊക്കെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് അവരെ പഠിപ്പിക്കണം. ആത്മാവാണ് ഈശ്വരൻ. അത് പറഞ്ഞു തരാൻ നമ്മൾ ഉയർത്താൻ വന്ന ഗുരുക്കന്മാരാണ് നമ്മുടെ എല്ലാ അവതാരമൂർത്തികളും. അതിലേക്ക് ഉയരാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ ഭാവന ചെയ്യാൻ പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഭാരതത്തിലുള്ളവർ തളരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഹിന്ദുക്കൾ തളരുന്നുണ്ടെങ്കിൽ ഇത് മൂന്നും അഭ്യസിക്കുന്നില്ല.